വിശുദ്ധ യൗസേപ്പിന് ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കുവാൻ തക്ക വിധം വളരെ ജാഗ്രതയുള്ള ആന്തരിക ശ്രവണ ഇന്ദ്രിയങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ചെറിയ സൂചനകൾ പോലും അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ദൈവം വെളിപ്പെടുത്തുന്നത് വളരെ മനോഹരമായ രീതിയിലും അല്ല, വളരെ ശാന്തമായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിലേക്ക് കടന്നു വന്നാണ് നമ്മുടെ തന്നെ വികാരങ്ങളിലും വിചാരങ്ങളിലും കൂടി അവിടുന്ന് സംസാരിക്കുന്നു. വിശുദ്ധ യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ നൽകിയത് വളരെ അപ്രതീക്ഷിതമായ അനുഭവങ്ങളായിരുന്നു. മറിയവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന വിശുദ്ധ യൗസേപ്പ് സഹവസിക്കുന്നതിന് മുൻപ് തന്നെ മറിയം ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ അസ്വസ്ഥനായി. നീതിമാനായിരുന്നതുകൊണ്ട് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം അദ്ദേഹം തൻ്റെ പദ്ധതി മാറ്റിവെച്ച് മറിയത്തെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് വിട്ടുകൊടുത്ത് നമ്മുടെ പദ്ധതികൾ മാറ്റിവെച്ചത് സ്വീകരിക്കുമ്പോൾ നാമും അനുഗ്രഹിക്കപ്പെടും വിശുദ്ധ യൗസേപ്പിനെ പോലെ. അതിനുള്ള സഹായം, മാധ്യസ്ഥം നമുക്ക് വിശുദ്ധ യൗസേപ്പിനോട് പ്രാർത്ഥിക്കാം.